പ്രക്ഷോഭം നടക്കുന്ന കാഠ്മണ്ഡുവിൽ മാതൃഭൂമിയുടെ സ്റ്റാഫ് റിപ്പോർട്ടർ ശ്രീകാന്ത് ഇപ്പോഴുണ്ട്. നേപ്പാളിൽ കണ്ട കാഴ്ചകൾ ശ്രീകാന്ത് വിവരിക്കുന്നു. ഇന്ന് രാവിലെ, അതായത് വെളുപ്പാങ്കാലത്ത് നമ്മളൊരു 3 മണിക്ക് നമ്മൾ സ്റ്റേ ചെയ്ത കാഠ്മണ്ഡുവിലായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെന്റ്. അവിടെ നിന്ന് വെളുപ്പിന് ഒരു സൺറൈസ് കാണാൻ വേണ്ടിട്ട് ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ അകലെയുള്ള നാഗാപോർട്ട് എന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. പോയി നമ്മൾ സൺറൈസ് കണ്ട് തിരിച്ച് മടങ്ങുന്ന വഴിക്കാണ് സിറ്റുവേഷൻ ആകെ മാറുന്ന സീൻ നമ്മൾ കാണുന്നത്. ഫസ്റ്റ് തുടക്കത്തിൽ ഈ ചെറിയ കവലകളിലൊക്കെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ ടീനേജ് കുട്ടികൾ കൂട്ടം കൂടി ടയർ കത്തിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രക്ഷോഭമായിരുന്നു. അത് പക്ഷെ ഓരോ ജംഗ്ഷൻ കഴിയുന്നു സിറ്റിയിലേക്ക് പോകുന്നതോറും ഇതിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നത് നമ്മൾ കണ്ടു. യൂത്ത് എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നാണ് അവരുടെ മുദ്രാവാക്യം. എല്ലാം ഒരു 15-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ്. പെൺകുട്ടികളുണ്ട് തെരുവില്. മുദ്രാവാക്യവും കല്ലെറിയൊക്കെ ആയിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ടാക്സി ആയിരുന്നു. പലയിടത്തും മുന്നോട്ട് പോകാൻ പറ്റാതെ ഡ്രൈവർ ഡൈവേർട്ട് ചെയ്തിട്ട് ചെറിയ റോഡിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ ഈ പോകുന്ന റോഡിൽ എല്ലാം ചെന്നെത്തുന്നത് ഒരു കലാപ സ്ഥലത്തായിരിക്കും. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. നമ്മളിങ്ങനെ ഇന്ത്യൻസ് ആണ്, ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷെ പോലീസും ഹെൽപ്ലെസ് ആയിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നുകിൽ വന്ന ഹിൽ സ്റ്റേഷനിലേക്ക് മടങ്ങി പോവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫായി സ്റ്റേ ചെയ്യുക. അവസാനം നമ്മുടെ ഡ്രൈവർ, ഒരു നേപ്പാളി ചന്ദ്രു, പുള്ളി പറഞ്ഞു നമുക്ക് ഹിൽ സ്റ്റേഷനിലേക്ക് മടങ്ങാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വളരെ സേഫായിട്ട് നമ്മളെ തിരിച്ച് ഈ സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചു. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം സേഫാണ് കേൾക്കുന്നത്.